എറണാകുളം തേവര സെന്റ് ജൂഡ് പള്ളിയിൽ നിന്ന് കുർബാനയ്ക്കിടെ യുവാവ് തിരുവോസ്തി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട പുരോഹിതൻ തിരുവോസ്തി തിരികെ വാങ്ങി. സാത്താൻ സേവക്കാരാണ് തിരുവോസ്തി മോഷണത്തിന് പിന്നിലെന്ന് പള്ളി അധികൃതർ സംശയിക്കുന്നുണ്ട്. അതിന് CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. അതിലേക്ക് സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, ഈ തിരുവോസ്തി വരുന്ന ആൾക്ക് കൊടുക്കുന്നതും അതും കൊണ്ട് ഇയാൾ പോകുന്നതും അത് ശ്രദ്ധയിൽപ്പെട്ട വൈദികൻ അത് തിരികെ വാങ്ങുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ എന്താണിത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആ തിരുവോസ്തി ആൾ വാങ്ങി അയാളുടെ നാവിൽ വെക്കുന്നുണ്ട്. തുടർന്ന് അത് അയാൾ എടുത്ത് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇത് പുരോഹിതന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഒരു മരണത്തിന് ശേഷമുള്ള 30 എന്ന് പറയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 30-ാം തീയതി നടത്തുന്ന, അല്ലെങ്കിൽ മരണം സംഭവിച്ച 30-ാം തീയതി നടത്തുന്ന ഒരു കുർബാനയാണ്. ആ 30 കുർബാനയിൽ പങ്കെടുക്കാനായി എത്തിയ ആളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായത്. പക്ഷേ ഇയാൾ ആ കുടുംബാംഗങ്ങളിൽ ആരുമല്ലായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പള്ളിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ പുരോഹിതന് കണ്ടെത്താൻ കഴിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. എന്തായാലും സാത്താൻ സേവേഴ്സ് കൊച്ചിയിൽ ആകമാനം നടക്കുന്നതായി ഒരു വ്യാപകമായ പറച്ചിലുണ്ട്. ഇത് സാത്താൻ സേവക്കാരാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരുവോസ്തി വളരെ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർ പരിശുദ്ധമായി കാണുന്ന ഒന്നാണ് തിരുവോസ്തി എന്ന് പറയുന്നത്. കുർബാന സ്വീകരണമെന്നാണ്, പ്രത്യേകിച്ചും കുർബാന സ്വീകരണം തന്നെയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ആ തിരുവോസ്തി തന്നെയാണ് മോഷ്ടിക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നതും. എന്തായാലും പുരോഹിതൻ അത് മനസ്സിലാക്കുകയും ആ തിരുവോസ്തിയുടൻ തന്നെ വാങ്ങുകയെല്ലാം ചെയ്തു. ഇതിന് പിന്നിൽ ഓക്കെ, ശരി സഹിൻ, ശരി.